അപ്പൊ ഇതാണ് മൊയ്ലു പറഞ്ഞ പ്രകൃതിയും രമണീയമായിട്ടുള്ള സ്ഥലം. അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത് മൊയ്ലു? അങ്ങനെ എന്തോന്ന് പറഞ്ഞു തന്നത്. എന്തായാലും അതെന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഈ സ്ഥലത്താണ് നീന്താൻ വന്നത്. അപ്പൊ മൊയ്ലുമ്മ എന്നെ എടുത്തോണ്ട് കൂടെ അങ്ങോട്ട് താഴോട്ട് നടന്നു പോകണം. അപ്പൊ ഈ ഒരു വഴി കൂടെ അങ്ങോട്ട് താഴോട്ട് പോകാം. നീന്തലെന്ന് പറയുന്ന കാര്യം ശരീരത്തിന് ഭയങ്കര ഉന്മേഷം തന്നതും ശരീരത്തിലെ എല്ലാ മസിലുകൾക്കും അത് ഗുണമുള്ള കാര്യമല്ലേ. അപ്പൊ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് ഇവിടെ ഒരു സൈഡിൽ ഒരു വീഴ്ത്താൻ കിടന്ന് കുരയ്ക്കണുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ നോക്കിയപ്പോഴും അവിടെ കൂട്ടി കിടന്നാണ് അവൻ്റെ കുര. ഞാൻ പിന്നെ മൊയ്ലു അവനെ തുറന്നു വിടാതിരിക്കാൻ നോക്ക്. അവനങ്ങനെ ആ കൂട്ടി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ 4 പേരുടെ കാര്യത്തിൽ തീരുമാനം. ശ്രദ്ധിച്ചു പറഞ്ഞാൽ മൊയ്ലു എനിക്കെപ്പോഴും ഇങ്ങനെ തിരിഞ്ഞ് മൊയ്ലുവിനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റൂല കേട്ടാ. പെട്ടെന്ന് വാ. എന്നാ പാടെ ചുറ്റുപാട് വെക്കാന്ന് ഞാൻ നോക്കി. ഇവിടെ എങ്ങനെ വേറെ എന്തെങ്കിലും കിടപ്പുണ്ടോന്ന്. ഇവർക്ക് സെക്യൂരിറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്തം എന്റേതാണല്ലോ. തിന്നതോടെ നന്ദിയാണ് ഞാൻ. വന്ന പാടെ മൊയ്ലുവിനടുത്ത് തൂക്കി വെള്ളത്തിലോട്ട് ഇറക്കി. വെള്ളത്തിൽ തൊട്ടത് അയ്യോ ഞാൻ മൊയ്ലു മുക്തൻ തണുപ്പ് വെള്ളം എന്നെ കരയിലോട്ട് കയറ്റിനടുത്ത്. എനിക്ക് നീന്തൽ പഠിക്കേണ്ട മൊയ്ലു മുക്തൻ തണുപ്പ് വെള്ളം മുക്തൻ തണുപ്പ്. അയ്യോ ഞാൻ വീട്ടിലെങ്ങാനും പോയി വെള്ളം ചൂടായി കുളിച്ചോളാം മൊയ്ലു. അല്ലാതെ എനിക്കിനി വയ്യ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ. അങ്ങനെ എന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ബെൽറ്റൊക്കെ ഇട്ട് മൊയ്ലു എന്നെ നീന്താൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ടാ ഞാൻ നീന്തി. ആ കട്ട തണുപ്പ് വെള്ളത്തിൽ ആദ്യമായിട്ടാണ് കേട്ടാ ഞാൻ നീന്തണത്. കൊള്ളാം, നല്ല അടിപൊളി. അത് കഴിഞ്ഞ് കരയിൽ കയറിട്ട് പിന്നെ ഞാൻ വെള്ളത്തിൽ ഇറങ്ങി നീന്തിയേട്ടാ. നല്ല രസം ഇവിടെ നീന്തി കളിക്കാം. വലിയ ആഴമൊന്നും ഇല്ലെങ്കിലും സൂപ്പർ സ്ഥലം. അങ്ങനെ മനസ്സറിഞ്ഞ് ചാടി നീന്തി കുളിച്ചു കേട്ടാ അവിടെ. എനിക്കാണെങ്കിൽ പിന്നെ കരയിൽ കയറിയപ്പം പിന്നെയും നീന്താൻ തോന്നണം. അങ്ങനെ പിന്നെയും ഞാൻ വെള്ളത്തിലൊരു ചാടി ഇറങ്ങി കുളിച്ചു. ഇതിനിടയിൽ ഞാൻ മൊയ്ലുൻ്റെ അടുത്ത് ചോദിച്ചു, മൊയ്ലു കഴുത്തി കിട്ടിയിരുന്ന സ്ട്രോങ് എന്നല്ലേ, അല്ലെങ്കിൽ വലിച്ചു പോയ അറബിക്കടലിൽ ചെന്ന് നിൽക്കുകയുള്ളൂ. അത്രയും ദൂരം നീന്തിപ്പോയുള്ള ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. ഒരു പാഴ്സലെങ്കിലും ഒരു സൂചിച്ചിട്ട് പോണ വഴിക്ക് നീന്തിപ്പോയാലും എവിടെയെങ്കിലും ഇടയ്ക്ക് കയറിയെന്ന് കഴിക്കാമല്ലോ. സത്യം പറഞ്ഞാൽ കൊതി തീരുവോളം ഞാൻ അവിടെ കിടന്ന് നീന്തി കേട്ടാ. എന്നിട്ടും എന്റെ കൊതി തീരത്തുള്ളൂ. പിന്നെയും ഞാൻ അടുത്ത് വെള്ളത്തിൽ ചാടി അങ്ങോട്ടങ്ങോട്ട് നീന്തി നോക്കിയെങ്കിലും മൊയ്ലു എന്നെ പിടിച്ച് ഇങ്ങോട്ട് വലിച്ചു കേട്ടാ. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തണുപ്പും വിറയിലും ഒക്കെ വന്നു. എങ്കിലും ഞാൻ വിട്ടില്ല. ഞാൻ പിന്നെ എടുത്ത് വെള്ളത്തിൽ ചാടി അവിടെ കിടന്നുകൊണ്ട് നീന്തി മറിഞ്ഞ് അങ്ങ് കുളിക്ക്. സത്യം പറഞ്ഞതൊന്നും എപ്പോഴും കിട്ടുന്ന അവസരങ്ങളൊന്നല്ലല്ലോ. വല്ലപൊരിക്കലേ നമുക്ക് ഇതേപോലെ ഒന്നും നീന്താൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ കിട്ടുന്ന അവസരം മാക്സിമം ഉപയോഗിച്ചോണം. അവസാനം പിന്നെ മൊയ്ലുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മൊയ്ലു എനിക്കിന്നെ വയ്യ, ഞാൻ ചാത്ത് എന്റെ ഊപ്പാട് വന്നു. അങ്ങനെ പിന്നെ കുറച്ചു നേരം കരയിൽ കയറിന്ന് വിശ്രമിച്ച ശേഷം പിന്നെ മൊയ്ലു എന്നെ ഷാമ്പൂട്ട് അങ്ങോട്ട് കുളിപ്പിച്ച്. പിന്നെ അങ്ങോട്ട് ഷാമ്പു പതപ്പിച്ച് ദേഹം മൊത്തം അങ്ങ് വാരി തേച്ച് കുളിപ്പിച്ച് നല്ലൊരു സുഖമായിരുന്നു. അതിനുശേഷം പിന്നെയും വെള്ളത്തിലൊരു ചാടി നല്ലപോലെ കുളിച്ച്. സത്യം പറഞ്ഞാൽ വീട്ടിൽ കുളിക്കുന്നേക്കാളും നല്ലത് ഇവിടെ വന്ന് ഈ ഒഴുക്കുവെള്ളത്തിൽ കുളിക്കുന്നതാണ്. അതാകുമ്പോൾ നല്ല തണുപ്പും ഉണ്ട്, നല്ല സുഖവും ഉണ്ട്. നീന്തി നമുക്ക് മതിവരുന്നോളം നീന്താൻ കിടന്നു. ഇതിനിടയ്ക്ക് എത്ര നീന്തിട്ട് മുന്നോട്ട് പോകണില്ല. ഞാൻ നോക്കിയപ്പോഴത്തേനാണ് മൊയ്ലു എന്നെ പിടിച്ചു വെച്ചോണ്ടിരുന്നത്. ഞാൻ മൊയ്ലു അങ്ങോട്ട് കൂടി ഞാൻ കയറി പോട്ടത്. എത്രയൊന്നും ഞാൻ നീന്തം കിടന്നിങ്ങനെ. അയ്യോ അവസാനം ഞാൻ നീന്തി അങ്ങ് കയറി മേളിൽ. ഒടുക്കത്തെ തണുപ്പ് തന്നെ എന്തായാലും. അങ്ങനെ പിന്നെ മൊയ്ലു ടപ്പനെ എനിക്ക് തുളച്ചു തന്നു ദേഹമൊക്കെ. ഇല്ലായിരുന്നു ഞാൻ അവിടെ കിടന്ന് തണുത്ത് മരവിച്ച് ഐസ് കെട്ടാൻ. ഞാൻ പറഞ്ഞു മൊയ്ലു അങ്ങോട്ട് പെട്ടെന്ന് തൊടാ. തണുത്തിട്ടാണെങ്കിൽ നിൽക്കാനും വയ്യ, വിറച്ചിട്ടാണെങ്കിൽ ഇരിക്കാനും വയ്യ. അവസാനം പിന്നെ എന്റെ ശരീരത്തിൽ വെള്ളമെല്ലാം തുളച്ചെടുത്തു മൊയ്ലു. ഇതിനിടയിൽ വെള്ളോട്ട മാവിന്റെ മേലെ തുളത്തിടുമ്പോൾ എന്നെ കുറച്ചേരം അവിടെ ഇട്ടിരുന്നു. അതിനുശേഷം വീട്ടിൽ വന്ന് ആ ചൂട് പറഞ്ഞ കൊന്തറാണ്ടോട്ട് എന്റെ ദേഹത്തുള്ള ഈർപ്പൊക്കെ ഉണക്കിയെടുത്ത് കേട്ട മൊയ്ലു. എന്തായാലും കൊള്ളാം, നല്ലപോലെയൊന്ന് നീന്തി കുളിച്ചതിന്റെ സന്തോഷമൊക്കെ എന്റെ ഉള്ളിലുണ്ട് കേട്ട. മൊയ്ലു അമ്മയെ മൊയ്ലിച്ചാണെന്നൊക്കെ വിചാരിക്കാൻ എനിക്ക് നീന്താൻ അറിഞ്ഞുകൂടുന്നേ. അവരാകുമ്പോൾ ഞാൻ നീന്തി കാണിച്ചു കൊടുത്തില്ലേ. അവർക്ക് നീന്തൽ അറിഞ്ഞുകൂടെങ്കിൽ എനിക്ക് നീന്തൽ അറിയാം. ഞാൻ പിന്നെ പ്രസിഡന്റിന്റെ മെഡൽ വാങ്ങിച്ചു കൊടുത്ത ആ ഫീലിൽ അങ്ങനെ ഇരുന്നു. ഇതിനിടയിൽ കാറ്റിന്റെ ഗതി അറിയപ്പോൾ ഞാൻ മൊയ്ലുവിന്റെ അടുത്ത് തന്നെ, മൊയ്ലു അതിനൊന്ന് ഉരുക്കി കളയല്ലേ, അതൊക്കെ ഉരുക്കി പോയി കഴിഞ്ഞാൽ വേറെ കടയിൽ പോലും വാങ്ങാൻ കിട്ടൂല. അങ്ങനെ പിന്നെ കുറെ ജാലയിലും ഗമയിലും ഒക്കെ ഞാൻ അങ്ങനെ ഇരുന്നവരോ മുമ്പ്. അപ്പൊ പിന്നെ ശരി, നമുക്ക് ഇനി വേറൊരു വീഡിയോ കാണാൻ കേട്ടാ. നിങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. ഞാനിവിടെ സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നത്. എങ്കിൽ ശരി, പിന്നെ നമുക്ക് ഇനി വേറൊരു വീഡിയോ കാണാൻ കേട്ടാ. ഇതിനിപ്പോ ഈ നൂറ്റാണ്ടിലൊന്നും ഉണക്കി തീരൂലെന്ന് തോന്നണം. ഒരു മതി, ദേഹമൊക്കെ ഉണങ്ങി.